ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു ഡ്രിങ്കിൻ്റെതാണ്. നല്ല ചൂട് സമയമുള്ള ഈ സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയതും ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയതായ ഒരു ഡ്രിങ്കാണ്. പിസ്തയും ആപ്പിളും വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ഫില്ലിങ്ങുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിസ്ത ആപ്പിൾ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 10 ബദാം 3-4 മണിക്കൂർ നന്നായിട്ട് കുതിർത്തിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കറുത്ത കസ്കസ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് ഒരു 20 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ബദാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ആപ്പിളാണ്. എൻ്റെ കയ്യിലുള്ള ഒരു വലിയ ആപ്പിൾ ആയതാണ് ഞാൻ എൻ്റെ പകുതിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. തൊലി വേണമെങ്കിൽ നിങ്ങൾക്ക് കളയാം. ഞാൻ തൊലി കളയാതെയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ആപ്പിൾ ആണെങ്കിൽ ഒരെണ്ണം എടുക്കാം. വലുതായതുകൊണ്ട് ഞാനിവിടെ പകുതി എടുത്തിരിക്കുന്നത്. ആപ്പിൾ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. ബദാം ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് പിസ്ത എസെൻസ് ആണ്. പിസ്ത ഇലാച്ചി മിക്സ് എന്നും പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ വാങ്ങാൻ കിട്ടും. ഞാനിപ്പോൾ ടൈഗറിന്റെ ബ്രാൻഡാണ് എടുത്തിരിക്കുന്നത്. പല ബ്രാൻഡ് നമുക്ക് വാങ്ങാൻ കിട്ടും. എല്ലാ സൂപ്പർ മാർക്കറ്റിലും തന്നെ ഇതുണ്ടാവും. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. പാൽ ഞാൻ തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ചെടുത്തതാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. 1/2 ലിറ്റർ പാൽ എന്ന് പറയുമ്പോഴത്തേക്കും 2 കപ്പ് പാലുണ്ടാകും. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര നലിയുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ബദാമും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടി നമ്മൾ പിസ്ത മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ ഫ്ലേവർ ഉള്ളതാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഫ്ലേവറിനായിട്ട് വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 4-5 ഡ്രോപ്പ് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ആപ്പിൾ വേണമെങ്കിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെക്കാം. ആപ്പിൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജ സീഡ് അഥവാ കറുത്ത കസ്കസ് കുറച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അവസാനം ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. റെഡിയായ ഡ്രിങ്ക് നമുക്ക് സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അവസാനം ഇതിൻ്റെ മുകളിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പിസ്തയും കസ്കസൊക്കെ ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയും നല്ല ഫില്ലിങ്ങും ആയ നമ്മുടെ പിസ്ത ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ അമ്മയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.